ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സെക്കൻഡെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. മാഷിന് തോന്നിയിട്ടില്ലേ ഒരിക്കലെങ്കിലും? വാട്ട്? ഞാനോ? മാഷ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? മാഷിന്റെ അച്ഛനും അമ്മയൊക്കെ ഡിവോഴ്സ്ഡ്. ഓ, ബാഡ് ചൈൽഡ്ഹുഡ്, ബ്രോക്കൻ ഹോം. വെറുതെ അല്ല മാഷിങ്ങനെ ആയി പോയത്. യുനോ, ബ്രോക്കൺ ഹോംസിൽ വളരുന്ന 70% കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ ഇഷ്യൂസ് ഉണ്ടാവും. സിബ്ലിങ്സ്? അനിയത്തി. She hates you, right? ഇത്രയ്ക്കും ദേഷ്യമുണ്ടോ? കുറ്റം പറയാൻ പറ്റില്ല. മാഷിന്റെ ഈ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ശ്രുതി 5 വർഷം മുമ്പ് അവള് പോയി. ഒരു ടിപ്പിക്കൽ അപ്പർ ക്ലാസ് ന്യൂക്ലിയർ ഫാമിലി. ബിസിനസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അച്ഛൻ, കരിയറിന് പുറകെ ഓടുന്ന അമ്മ. എനിക്കറിയില്ല. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. നിനക്ക് ശ്രദ്ധിച്ചൂടെ? വെച്ചെടുത്ത് പോയി നോക്ക്. ഞാൻ നിങ്ങളുടെ വേലക്കാരിയല്ല. നഗരത്തിലെ നല്ലൊരു സ്പോട്ടിൽ വീട്. അവിടെ ഒറ്റയ്ക്ക് ഒരു കൂട്ടില്ലാതെ വിഷമിച്ചിരുന്ന എൻ്റെ ലൈഫിലേക്ക് ഒരു വലിയ ഷോക്കായിട്ടാണ് അവൾ വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പ്രിക്കോഷൻ എടുക്കാൻ. എനിക്കൊന്നും ഓർമ്മയില്ല. You don't remember? What the hell you mean by that? I was drunk, you know. See, സത്യത്തിന്റെ വലിയ റെസ്പോൺസിബിലിറ്റിയാ. വീട്ടിൽ നിന്നും കൂടുതൽ പ്രഷർ എടുക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല ഞാൻ. അപ്പൊ എന്റെ കാര്യം? My career is booming. എനിക്കിപ്പോ കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കാൻ പറ്റില്ല. ഓക്കെ, കൂൾ. ഡോക്ടർ ഗീതയുടെ അടുത്ത് പോയാൽ മതി. നിന്റെ ഫ്രണ്ടല്ലേ. നാളെ രാവിലെ കണ്ടാൽ കാര്യം കഴിഞ്ഞു.
നീ എന്താ റെഡിയായില്ലേ? ആ. നേരത്തെ ചെന്നാൽ തിരക്കുണ്ടാവില്ല. ഞാൻ ഇറങ്ങാം. ഞാൻ പോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. നീ എന്താ നോക്കിയിരിക്കുന്നേ? വേഗം കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്ക്. എന്തെങ്കിലും ഒന്ന് പറ ഗീതേ. അത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ. നിനക്കറിയാലോ എൻ്റെ കരിയറിനെ പറ്റി. ചാനലിൽ പേരെടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. ഈ സിറ്റുവേഷനിൽ വീണ്ടും പ്രഗ്നന്റ് ആവാന്ന് പറഞ്ഞ പ്ലീസ് ഒന്ന് സഹായിക്കടോ. ദിസ് തിങ് വിൽ കിൽ മൈ കരിയർ. അതിപ്പോഴല്ല ആലോചിക്കേണ്ടത്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഗീതേ, ഗീതേ, പറ്റിപ്പോയി ഗീതേ. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ. പ്ലീസ് പ്ലീസ്. ആദ്യം വന്ന് സ്കാൻ ചെയ്യേ, എന്നിട്ട് നോക്കാം. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. യു സേവ് മൈ കരിയർ. ഹലോ, ഇത് ആരാ? ഓർമ്മയുണ്ടോ ഈ ആന്റി സത്യ സാറിന്? ഇപ്പൊ വളർന്നങ്ങ് വലിയ ആളായി പോയല്ലോ. എന്താ മോനെ? എന്തു പറ്റി? വാവെ കൊല്ലാൻ പോവല്ലേ? എനിക്കെന്റെ വാവെ വേണം. ആന്റി അമ്മയോട് പറ. ആന്റി പറഞ്ഞ അമ്മ കേക്കും. ഇല്ല മോനെ, ആന്റി പറഞ്ഞാലും അമ്മ കേക്കില്ല. അമ്മയ്ക്ക് കരിയറല്ലേ വലുത്. ആന്റി പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവും. കോംപ്ലിക്കേഷനോ ഈ സ്റ്റേജിലോ? അതായത് ഈ ബ്ലഡ് റിപ്പോർട്ടിലെ ഹോർമോണൽ ആക്ടിവിറ്റി വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഞങ്ങൾ തരുന്ന ഇഞ്ചക്ഷനിലെ കെമിക്കൽസുമായിട്ട് അത് ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാക്കിയെന്ന് വരും. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ? ഇറ്റ് ഡിപ്പെൻസ്. ചിലപ്പോൾ നടക്കാൻ ചെറിയ പ്രയാസം അല്ലെങ്കിൽ ഒബിസിറ്റി അതിലൊതുങ്ങും. എക്സ്ട്രീം കേസസിൽ മെൻ്റൽ പ്രോബ്ലംസ്. എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടായാൽ വി കാൻ ബി റെസ്പോൺസിബിൾ. രാജ്യം ഇന്ന് 51ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു.